നമുക്കറിയാലോ, ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിച്ച സംഭവം, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ 2 വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെ അയാൾ വാങ്ങിയെടുത്ത് അത് പുറത്തു വന്നത് വലിയ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടു. അതിൽ സംഭവിച്ചെന്താണ്, അന്നത്തെ കമ്മീഷൻ അടക്കമുള്ള ആൾക്കാർ അന്വേഷിച്ചിട്ട് അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് കണ്ടെത്തി എൻറ്റയർ പോലീസ് സിസ്റ്റം ആരുടെ കൂടെ നിന്നു? ഈ CCTV ഫുട്ടേജ് അടക്കം ഉണ്ടായിട്ടും ഈ മർദ്ദിച്ച പോലീസുകാരുടെ കൂടെ നിന്ന കേസാണ്. അവസാനം ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടി വന്നു, പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം ഉണ്ടാവാനും നടപടിയിലേക്ക് പോകാനും ഒക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, പോലീസിനകത്തുള്ള, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, പോലീസ് ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട്, പോലീസ് വലിയ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. കോവിഡ് കാലത്തൊക്കെയുള്ള അവരുടെ സർവീസ് നമ്മൾ ഓർക്കണം, സംശയമില്ല. പക്ഷെ അവരുടെ അകത്തുള്ള ഈ ക്രിമിനൽസിനെ, പൊതുവിടത്തിൽ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ തലേ കയറാൻ തോന്നുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്നതിൽ ഈ അസോസിയേഷനായാലും അവരുടെ ആ എക്കോസിസ്റ്റം അവരെ സംരക്ഷിക്കുകയാണ്. അവർ ലോക്കപ്പിട്ടുകളെ ഇടിച്ചാലും അതിന് തെളിവായി CCTV ഉണ്ടെങ്കിലുമൊക്കെ എങ്ങനെ അവരെ രക്ഷിച്ചെടുക്കാം എന്ന ആലോചനയാണ് ആദ്യം നടക്കുക. സോ ആ ഒരു കൾച്ചർ മാറ്റാൻ അവർ തയ്യാറാവേണ്ടതുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ പ്രശ്നമുണ്ടല്ലോ, ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്നുള്ള പ്രശ്നം, അതുണ്ടാക്കാൻ പോകുന്ന ഒരുതരം നിയന്ത്രണമില്ലാത്ത അരാജകത്വം വലുതായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ആരൊക്കെയാണ് ശ്രീ സജീവൻ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അസോസിയേഷനാണ്. കാരണം വ്യക്തികളോട്, പോലീസ് സേനയിലുള്ള എല്ലാ വ്യക്തികളോടും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം അവർ പലപ്പോഴും ഓരോ മാനസിക നിലയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഒരു ക്രൂരമായ മനസ്സുള്ള ഒരാൾ കാക്കി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ അധികാരം കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ ഉള്ള ചോരത്തിളപ്പുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിനോട് എല്ലാ ആളും ഒരു ഇതേ രീതിയിലൊക്കെ പെരുമാറുന്നു പറഞ്ഞാൽ നടക്കില്ല. ഒറ്റപ്പെടുത്തേണ്ടവനെ ഒറ്റപ്പെടും. താങ്കൾ പറഞ്ഞ പോലെ ഈ പ്രശ്നത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് വെച്ചുകൊണ്ട് കേസെടുത്തപ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വന്ന അസോസിയേഷൻ, അതേ അസോസിയേഷന് ഉള്ള ബാധ്യത എന്ന് പറയുന്നത് തങ്ങളുടെ ആളുകൾ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും. സേനയെ നന്നാക്കാൻ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ പോലീസ് അസോസിയേഷനാണ്. ആ അസോസിയേഷൻ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അവർ അത്തരം കുറ്റവാളികളെ, തെറ്റ് ചെയ്യുന്ന ആളുകളെ, ക്രൂരന്മാരെ, അത്തരം ആളുകളെ സംരക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക, ജനത്തിന് അവസാനം നമ്മൾ ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ല. പക്ഷേ ജനത്തിൽ കുറച്ച് ആളുകളുടെ നിയമം കയ്യിലെടുക്കും. കാരണം അവർ കയ്യിലെടുത്ത് പോവുകയാണ്. കാരണം ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയിൽ ഒരു നല്ല രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഈ കണ്ണുരുട്ടലോടുകൂടി ഈ പലതിലും മാതൃകാ പോലീസ് സ്റ്റേഷനാണല്ലോ ഇപ്പോൾ ഉള്ളത്. മാതൃകാ പോലീസ് സ്റ്റേഷനിൽ പോലും വളരെ മോശമായ അനുഭവം ഉണ്ടായ എത്രയോ ആളുകൾ പോലീസിന് മുമ്പിലുള്ള ഒരു ആവശ്യമാണ്. കാരണം ലോകമാകെ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ജീവിത മേഖലകളും, എല്ലാ തൊഴിൽ മേഖലകളും, എല്ലാ സർവീസ് മേഖലകളും അതിൻ്റെതായ മാറ്റം കൈവരിക്കുമ്പോൾ ഞങ്ങൾ പഴയ കൊളോണിയൽ കാലത്തെ നിൽക്കൂ, ഞങ്ങൾ എല്ലാവരെയും സംശയിക്കും, ഞങ്ങൾക്ക് എല്ലാവരെയും സംശയമാണ് എന്ന മട്ട് പോലീസ് എടുക്കരുത്. നന്നായി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട് എല്ലാ മേഖലയിലും എന്നപോലെ.